ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ബൾബ് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. വീട്ടിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കൊരു ബൾബ് കണക്ട് ചെയ്യാനായിട്ട് ഒരു ടെക്നീഷ്യനെ വിളിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ബൾബിനകത്ത് രണ്ട് ടെർമിനലാണ് ഉള്ളത് ഈ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ലൈനിലും ഒന്ന് ന്യൂട്രലിലും കൊടുക്കാം, തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇത് ബൾബിൻ്റെ ഒരു സാധാരണ ഹോൾഡറാണ്. ഇത് മിക്കവാറും എല്ലാ കടകളിലും എല്ലാ ഇലക്ട്രിക്കൽ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിനകത്ത് ഈ ബൾബിൻ്റെ രണ്ട് ടെർമിനൽ കോണ്ടാക്ട് ചെയ്യാനുള്ള രണ്ട് സ്പ്രിംഗ് ലോഡഡ് ടെർമിനൽസ് ഉണ്ട്. ബൾബ് ഈ ഹോൾഡറിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് വലത്തേക്കൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ലോക്കായി നിൽക്കും, പിന്നെ താഴേക്ക് വീഴില്ല. ഈ ഹോൾഡർ നമുക്ക് എവിടെ വേണോ തൂക്കിയിടാം. ബൾബ് ഒന്ന് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് വേണം വലത്തേക്ക് തിരിക്കാനായിട്ട്. ഇളക്കാനും അതുപോലെ തന്നെ. ഇതിൻ്റെ ഈ ഹോൾഡർ എന്ന് വെച്ചാൽ അതിൻ്റെ പുറകിലായിട്ടൊരു അടപ്പുണ്ട്. ഈ അടപ്പ് നമുക്ക് അൺസ്ക്രൂ ചെയ്തെടുക്കാം. ആ അടപ്പിൻ്റെ കൂടെ തന്നെ വേറൊരു ചെറിയൊരു റിംഗ് ഉണ്ട്. ഈ റിംഗ് ഇതിൻ്റെ ഷെയ്ഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അത് നമുക്ക് തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല. എന്നാലും അവിടെ ഒരു രണ്ട് സ്ക്രൂ, രണ്ട് തിരിച്ച് നമുക്ക് അവിടെ വെച്ചേക്കാം. ഇനി ഇതിനകത്തുള്ള കണക്ഷൻ കൊടുക്കേണ്ടത് ഈ രണ്ട് ചെറിയ ടെർമിനൽസിലാണ്. അതിനകത്ത് ഓരോ സ്ക്രൂ വെച്ചിട്ടുണ്ട്. നമ്മുടെ വയർ ഇതിനകത്തോട്ട് കയറ്റി വെച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കാനാണ് ഈ ടെർമിനൽസ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ടെസ്റ്ററോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഇത് ഒരു ടൂ പിന്നാണ്. ടൂ പിൻ എന്ന് പറഞ്ഞാൽ കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എടുത്തു തരും. ഇത് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നോക്കി വാങ്ങിക്കുക, അല്ലെങ്കിൽ ചിലപ്പം ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ഒരു ചെറിയൊരു സ്ക്രൂ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രൂവും ഒരു നട്ടും ഉണ്ട്. അപ്പോൾ ആ നട്ട് തറയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ കണ്ണി കിട്ടില്ല, അത്രയ്ക്ക് ചെറുതാണ്. അപ്പോൾ തറയിൽ പോവാത്ത രീതിയിൽ നമ്മൾ ഒന്ന് കൈവച്ച് വിരൽ വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് എടുത്ത് നോക്കുമ്പോഴേക്കും അകത്ത് ഉള്ളതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ആകെ രണ്ട് ചെറിയ ടെർമിനൽസാണ് ഉള്ളത്. കാണിച്ചു തരാം. ഈ രണ്ട് അടപ്പിൻ്റെ രണ്ട് സൈഡും ഏകദേശം കണ്ടാൽ ഒന്നുപോലെ ഇരിക്കും, പക്ഷെ അതിനകത്തുള്ള ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ആ നട്ട്. എന്നിട്ട് വളരെ ചെറുതാ, തറയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. പിന്നെ വേറെ ഒരു ട്യൂബിന് വാങ്ങിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. ഇനി ഇതിനകത്തുള്ള രണ്ട് കണക്ടേഴ്സ് പിന്നാണ്. ഈ കണക്ടർ പിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തായിട്ട് വളരെ ചെറിയൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമുക്ക് വച്ചേക്കുന്നത് വയറ് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഈ വയറ് നമുക്കൊന്ന് ഇതുപോലെ ഇതൊരു ടേപ്പ് വയർ എന്ന് പറയുന്ന വയറാണ്. ഇതുപോലെ നമുക്ക് പിരിയൻ വയർ കിട്ടും. അത് ഒരു ചുവപ്പും മഞ്ഞയും കളറിലുള്ളതാണ്. അത് ചുറ്റിയായിരിക്കും. അത് നമുക്ക് ഇളക്കിയെടുത്താൽ എളുപ്പമാണ്. ആ പിരിയൻ വയർ സാധാരണ എ സിക്ക് കിട്ടുന്ന വയർ ടൈപ്പ് പിരിയൻ വയറാണ് കിട്ടുന്നത്. ഈ വയർ നമുക്ക് സാധാ കത്തി കൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻസുലേഷൻ കളയാം. ഇൻസുലേഷൻ കളയുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. കൈയൊന്നും മുറിക്കാതെ ആ, ഇത് എവിടെയെങ്കിലും ഒരു ഒരു മേശയിലോ എങ്ങാനും വെച്ചിട്ടൊന്ന് കത്തി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഓപ്പണായി വരും. എന്നിട്ട് ഇത് കുറച്ചൊന്ന് ഈ രണ്ട് വയറും തമ്മിൽ ഇതിനകത്ത് രണ്ട് കോറുണ്ട്. ഈ രണ്ട് ടെർമിനൽ കൊടുക്കാൻ, ഫേസും ന്യൂട്രലും കൊടുക്കാൻ വേണ്ടി രണ്ട് ടെർമിനൽ ഇത് കുറച്ചിങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചെടുത്തിട്ട് ഇൻസുലേഷൻ സൂക്ഷിച്ചിരുന്ന് കളയുക. ഇൻസുലേഷൻ മാത്രമേ കട്ടാവാവൂ. കൂടുതൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കോപ്പർ കമ്പിയും കൂടെ കട്ടായി പോവും. വളരെ ചെറുതായിട്ട് വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ നീളം വേണം ഈ ഒരു ഇത് കോപ്പർ വയർ. വയറിൻ്റെ രണ്ടറ്റത്തുമുള്ള 4 വയറിലുള്ള, അതായത് 4 ടെർമിനലുള്ള
ഈ ഇൻസുലേഷൻ ഞാൻ കളഞ്ഞു. ഇനി നമുക്ക് ഹോൾഡറിലേക്ക് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഹോൾഡറിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഹോൾഡറിൻ്റെ ബാക്കിലെ കവർ ഉണ്ടല്ലോ, ആ കവർ ഊരിയെടുത്ത് ഈ ഒരു വയറിനകത്തോട്ടങ്ങ് കയറ്റിയിടുക. ഓക്കെ, ആ സൈഡ് വരുന്നത്, മറ്റേ സൈഡ് നമുക്ക് 2 പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഇത് ഊരിയെടുത്തിട്ട് ഈ വയറിനകത്തേക്ക് കണക്ട് ചെയ്ത് അങ്ങ് ഇൻസേർട്ട് അങ്ങ് ഇട്ടേക്കുക. ഇത് കണക്ഷൻ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് എടുത്ത് അടച്ചു വെക്കാൻ വേണ്ടിയാണ്. ഇതിനകത്തുള്ള ഈ ഒരു ഹോൾഡറിനകത്തുള്ള സ്ക്രൂവും വളരെ ചെറുതാ. അത് തറയിൽ വീണ് പോവാത്ത രീതിയിൽ തന്നെ ചെയ്യണം. ഇത് കുറച്ച് സൂക്ഷിച്ചിത് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഞാനിപ്പോൾ. ഇതിപ്പോൾ സൂക്ഷിച്ച് നമ്മൾ ലൂസ് ചെയ്യുക. ലൂസ് ചെയ്യുമ്പോൾ ഇത് ഇളകി പോവാത്ത രീതിയിൽ ഒരു ചെറിയൊരു ത്രെഡിൽ കയറിയിരിക്കത്തക്ക രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് ലൂസ് ചെയ്ത് വെക്കുക. ഇനി വേണം നമുക്ക് ഈ വയർ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ വയർ അവിടെ ടൈറ്റ് ആയിട്ടിരുന്നോളും, പ്രസ് ആയിട്ടിരുന്നോളും. ഇപ്പോൾ ഈ വയറിലൊരു കാര്യം ചെയ്യേണ്ടത്, എപ്പോഴും ഈ ചെമ്പ് കമ്പി പുറകിലേക്ക്, ഇൻസുലേഷൻ്റെ പുറകിലേക്ക് ഇതുപോലെ വളച്ചു വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ചെമ്പ് കമ്പി മാത്രം അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങ് ഊരിപ്പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണിത്. ഇത് ബൾബൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ധാരാളമാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നത്. ഇതിപ്പം പവർ വളരെ കുറവായതുകൊണ്ട് കോണ്ടാക്റ്റും കിട്ടും, കുഴപ്പമില്ല. നമുക്കങ്ങ് സ്ക്രൂ ചെയ്യാം. ടെസ്റ്ററോ സ്ക്രൂ ഡ്രൈവറോ യൂസ് ചെയ്ത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാം. ഈ വയറ് പുറത്തോട്ട് ഇളവി വരാത്ത രീതിയിൽ ടൈറ്റ് ചെയ്താൽ മതി. ഇത് അടുത്ത ടെർമിനൽ നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ചിട്ട്, അത് പക്ഷേ എപ്പോഴും നമുക്ക് സെയിം സൈഡിൽ നിന്നല്ല, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഈ ടെർമിനലും കൂടെ ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കാം. ഇനി ഈ അടപ്പ് ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇനി ആ ബൾബ് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് ട്യൂബിന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ട്യൂബിന് കണക്ട് ചെയ്യാനും ഇതുപോലെ ആദ്യം ആ പിന്ന് മാത്രം എടുത്ത്, ടെർമിനൽ പിന്ന് മാത്രം എടുത്ത് അതിനകത്തുള്ള സ്ക്രൂ വളരെ സൂക്ഷിച്ച്, നമുക്ക് ഫുള്ള് റിമൂവ് ചെയ്യേണ്ട, അത് ഏകദേശം ആ ഒരു ഹോൾ ഓപ്പൺ ആവുന്ന രീതിയിൽ റിമൂവ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെയും നമ്മുടെ വയറ് കോപ്പർ കമ്പി മാത്രമായിട്ട് ഇൻസേർട്ട് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇത് തനിയെ നമുക്ക് വരും. നല്ല കട്ടിയുള്ള വയറാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാം. കട്ടി കുറഞ്ഞ ഇതുപോലത്തെ വയറൊക്കെ ആണെങ്കിൽ ഒന്ന് കോപ്പർ കമ്പി ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഫുള്ള് അകത്തോട്ട് പോകരുത്. ഫുള്ള് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കോണ്ടാക്ട് കിട്ടിയെന്ന് വരില്ല. കുറച്ച് കമ്പി പുറത്തോട്ട് ഇരിക്കത്തക്ക രീതിയിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ രണ്ടാമത്തെ ടെർമിനലും നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക. ഈ 2 പിന്നിനകത്ത്
ഇത് ഈ രണ്ട് ടെർമിനലും ഇതുപോലെ ഫിക്സ് ചെയ്യുക. അതിനകത്തൊരു ചെറിയ ലോക്ക് പോലത്തെ സ്പേസ് ഒക്കെ ഉണ്ട്, അതിനകത്തോട്ട് കയറ്റി വയ്ക്കുക. ആ രണ്ട് സ്ക്രൂവും തമ്മിൽ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഈ ട്യൂബിൻ്റെ രണ്ട് കവറിലും രണ്ട് ടൈപ്പാണ്. ഒരു സൈഡിൽ മാത്രമേ ഇതുപോലെ ഇത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സംവിധാനം മിക്കവാറും ട്യൂബിനുകളിൽ കാണുള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ അതുള്ളത് മാത്രം എടുത്ത് ആ ഒരു വശത്ത് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്ത കവർ എടുത്ത് മറ്റേ സൈഡിൽ കൂടെ സൂക്ഷിച്ച് ആ ട്യൂബിറ്റിൻ്റെ അറ്റം മാറിപ്പോകാത്ത രീതിയിൽ ഫിക്സ് ചെയ്യുക. അതിനകത്തില്ല, ലോക്ക് ചെയ്യാനുള്ള സംവിധാനം അതിനകത്തില്ല. ജസ്റ്റ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇനി രണ്ട് ട്യൂബിനും കറക്റ്റായിട്ട് ആണോ നമുക്ക് നോക്കിയതിന് ശേഷം സ്ക്രൂ അങ്ങ് ഇൻസേർട്ട് ചെയ്യുക. ആ സ്ക്രൂവിൻ്റെ മറ്റേ സൈഡിൽ നമുക്ക് ആ നട്ട് എടുത്ത് വളരെ സൂക്ഷിച്ച് അതിനകത്തോട്ട് കയറ്റി വയ്ക്കണം. ഇനി സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ടൈറ്റ് ആവരുത്, ലൂസും ആയി പോകരുത്. ഒരു സാമാന്യ ഒരു ഇത് ഹോൾഡ് ചെയ്തിരിക്കത്തക്ക രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്, കത്തുവോ ഇല്ലയോ എന്ന്. ഇപ്പോൾ നമ്മുടെ ബൾബ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ആർക്ക് വേണോ ഇത് ചെയ്യാം. ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു വീട്ടിലൊരു സാധാ കത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി ടൂൾസായിട്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.